എറണാകുളം അങ്കമാലി താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഇന്നലെ രാത്രി ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നു. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ചിത്രീകരിച്ചത്. രോഗികളെ ബുദ്ധിമുട്ടിലാക്കി സിനിമ ചിത്രീകരിച്ചതിന് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഷൂട്ടിംഗിന് അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി, ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നോ ഈ ഷൂട്ടിംഗ് നടന്നത്? ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത്? ആരാണ് ഈ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയത്? റോഷ്നി, ഇന്നലെ രാത്രിയാണ് ഈ പറഞ്ഞതുപോലെ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സിനിമാ ചിത്രീകരണം നടന്നത്. പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ് വലിയ സെറ്റ് ഇട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ചിത്രീകരണം നടന്നത്. വലിയ രീതിയിൽ രോഗികൾ പ്രതിസന്ധിയിലായി. കാരണം ചെറിയ പരിമിതമായ സ്ഥലം മാത്രമാണ് ഈ അത്യാഹിത വിഭാഗത്തിന് മുന്നിലുള്ളത്. ആ ചെറിയ സ്ഥലത്താണ് 50ഓളം പിന്നണി പ്രവർത്തകരും അഭിനേതാക്കളും എല്ലാം ചേർന്ന് അവരുടെ ഉപകരണങ്ങളെല്ലാം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഷൂട്ടിംഗ് സംവിധാനം ഒരുക്കിയത്. ഈ സമയത്ത് ആംബുലൻസിൽ ഇങ്ങോട്ട് സീരിയസ് ആയി എത്തിയ ഒരു രോഗിക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് കടക്കാൻ, അകത്തേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരുന്ന രോഗികളെയും ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരെയും എല്ലാം നിശബ്ദരാകണം, ഇവർ സംസാരിക്കരുത്, പുറത്തേക്ക് ഇറങ്ങരുത്, അനങ്ങരുത് എന്ന നിലയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയാണ് രാത്രിയിൽ ഇത്തരത്തിലൊരു ഷൂട്ടിംഗ് നടത്തിയത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണമായിരുന്നു ഇവിടെ നടന്നത്. ഈ ചിത്രീകരണം നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ചികിത്സയും നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഡോക്ടർമാർ രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഈ പരിമിതമായ സ്ഥലത്ത് ഇത്രയും വലിയ സാധന സാമഗ്രികളൊക്കെ ഇറക്കിക്കൊണ്ട് ഷൂട്ടിംഗ് നടന്നത്. ഈ സമയത്ത് അത്യാഹിത വിഭാഗത്തിലെ മുഴുവൻ ലൈറ്റുകളും മറച്ചിരുന്നു, ലൈറ്റുകൾ ഓഫ് ചെയ്തിരുന്നു എന്നും രോഗികൾ പറയുന്നുണ്ട്. വലിയ നിലയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ സംഭവം വാർത്തയായതോടുകൂടിയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. ആശുപത്രിയുടെ സ്വാഭാവിക പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന നിലയിൽ, രോഗികൾക്ക് തടസ്സമുണ്ടാക്കുന്ന നിലയിൽ ഈ ഷൂട്ടിംഗിന് ആര് പെർമിഷൻ നൽകി എന്നതാണ് പ്രധാന ചോദ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഷൂട്ടിംഗിന് അനുമതി നൽകിയ ആശുപത്രി അധികൃതർ 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ അങ്കമാലി ആശുപത്രിയുടെ സൂപ്രണ്ട്, ഈ രണ്ടുപേരോടാണ് ഇപ്പോൾ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തേക്കായിരുന്നു സിനിമാ ചിത്രീകരണം പ്ലാൻ ചെയ്തിരുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയുമാണ് ചിത്രീകരണം നടക്കാനിരുന്നത്. എന്തായാലും ഇതൊരു കേസായ സാഹചര്യത്തിൽ, മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുത്ത സാഹചര്യത്തിൽ ഇനി ചിത്രീകരണം നിർത്തിവെക്കുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നതാണ്. റോഷ്നി, അലി, അടിയന്തരമായി ചികിത്സ നൽകേണ്ട ഡിപ്പാർട്ട്മെന്റാണ് അത്യാഹിത വിഭാഗം. ഇത്തരത്തിലൊരു തടസ്സം വരുമെന്ന് കാര്യം ആശുപത്രി അധികൃതർക്ക് അറിയാതെ പോയതാണോ? അവരെന്താണ് ഇതിൽ വിശദീകരിക്കുന്നത്? റോഷ്നി പറഞ്ഞതുപോലെ അത്യാഹിത വിഭാഗത്തിലേക്ക് അത്രയും അർജന്റ് കേസായിട്ടുള്ള രോഗികളെ എത്തിക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ രോഗികൾക്ക് തടസ്സമുണ്ടാക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന നിലയിൽ ഒരു ഷൂട്ടിംഗിന് പെർമിഷൻ നൽകിയത്. ഈ പറഞ്ഞതുപോലെ അങ്കമാലി ആശുപത്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ചെറിയ സ്ഥലമാണ്, അത് വളരെ പരിമിതമായ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്രയധികം ക്യാമറയും മറ്റ് എക്യുപ്മെന്റ്സും 50-ലധികം വരുന്ന പിന്നണി പ്രവർത്തകരും അതിന് പുറമെ അഭിനേതാക്കളും എല്ലാം ചേർന്ന് ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി രോഗികളെ നിയന്ത്രിച്ചുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം താറുമാറാകുന്ന നിലയിലുള്ള ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന യാതൊരു പ്രവർത്തികളും അനുമതി നൽകാൻ സാധിക്കുന്നതല്ല എന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ പ്രധാന കാര്യമെന്ന് പറയുന്നത്. അങ്കമാലി താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് അതിസാധാരണക്കാരായ ആളുകളെല്ലാം ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. പ്രദേശത്തെ മലയോര മേഖലയിൽ നിന്നടക്കം, അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിൽ നിന്നടക്കം സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിലയിൽ, അത്യാസന്ന നിലയിലെത്തിയ രോഗികൾക്ക് പോലും ചികിത്സ ലഭ്യമാകാത്ത നിലയിലുള്ള ഒരു സജ്ജീകരണം ഒരു സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി ഒരുക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ കടുത്ത നടപടികളിലേക്ക് തന്നെ കടക്കും. ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം 7 ദിവസത്തിനുള്ളിൽ തന്നെ വിശദീകരണം നൽകണമെന്നാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിശദീകരണം കിട്ടിയ ശേഷം കൃത്യമായ നടപടികളിലേക്കും മനുഷ്യാവകാശ കമ്മീഷൻ കടക്കും. റോഷ്നി, ശരി. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. അടിയന്തരമായി ചികിത്സ ആവശ്യപ്പെട്ടു വരുന്ന രോഗികൾക്ക് അവർക്ക് ചികിത്സ നൽകുന്നതിൽ വീഴ്ച പറ്റി എന്നതുകൂടി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്.